ശ്രദ്ധിക്കുക, ട്രിഗണോമെട്രിയുടെ പാർട്ട് 2 ആണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. 8.1 ക്വസ്റ്റ്യൻ നമ്പർ 2 വരെ ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. സോ 8.1 ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇതാണ്. sin A is equal to 3/4. ഫൈൻഡ് എന്താണ് cos A and tan A. അപ്പൊ sin A 3/4 എന്ന് പറഞ്ഞിട്ടുണ്ട്. cos Aയും tan Aയും കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇവിടെ ട്രയാങ്കിൾ ഒന്നുമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്നും നമുക്ക് ഇപ്പോൾ ഉള്ളൊരു ഡിഫറൻസ് ആയിട്ട് കാണാൻ പോകുന്നത്. ട്രയാങ്കിൾ ഇല്ല. സോ അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഈ sin A, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, ഒരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാം. ഇതിന്റെ നോട്ട്സ് ഞാൻ തരത്തില്ല, അപ്പൊ അതുകൊണ്ട് വീഡിയോ പോസ് ചെയ്തിട്ട് ശേഷം എഴുതിയെടുക്കണം ഇത്. സോ അപ്പൊ ട്രയാങ്കിൾ എടുത്തു ഞാൻ. ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ സി കൊടുത്തു. ഓക്കെ, അപ്പൊ ബി 90 ഡിഗ്രി ആണ്. അപ്പൊ സൈൻ എ, സൈനിന്റെ ഫോർമുല എന്താണ്? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് എന്നുള്ളതാണ് സൈൻ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, 3/4. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് വേണമെങ്കിൽ 3K എന്നോ 4K എന്നോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാം. അപ്പൊ നോക്കാം, എ ഇവിടെ ഉണ്ട് അല്ലെ, എ ഇവിടെ ഉണ്ട്. ഓക്കെ, സോ അപ്പൊ നോക്കിയാൽ നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു. സൈൻ എ എന്ന് പറഞ്ഞു, ട്രയാങ്കിൾ വരച്ചു ABC A. ഇനി നോക്കുക, ഈ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഇത്. ഇതെന്താണ്? അഡ്ജസന്റ് സൈഡ് ആണ്. ഇതെന്താണ്? ഹൈപ്പോട്ടിനസ് ആണ്. സോ ഇപ്പൊ 3/4 എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് ഫോമിൽ കിടക്കുക ഫ്രാക്ഷന്റെ. അതുകൊണ്ടാണ് K ഇട്ട് കൊടുക്കുന്നത്. K ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പം ഓപ്പോസിറ്റ് സൈഡിന് 3K എന്നും കൊടുക്കണം. ഹൈപ്പോട്ടിനസിന് 4K എന്ന് നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കണം. ഇനി പൈതഗോറസ് റൂൾ അനുസരിച്ച് ഹൈപ്പോട്ടിനസ് ഉണ്ട്, ഇതിനെ ബേസ് ഇതെന്താണ്? ഓൾട്ടിറ്റ്യൂഡ് അല്ലെ. ഒരു എന്താ പറയുക, റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളില് ഇത് ഹൈപ്പോട്ടിനസ്, ഇത് ശരിക്കും എന്താണ്? ബേസ്. ഇതെന്താണ് ശരിക്കും? അപ്പം ഓൾട്ടിറ്റ്യൂഡ് ആണ് അല്ലെ. പിന്നെ നമ്മൾ ആംഗിളിനെ ബേസ് ചെയ്തിട്ട് എ എന്ന് പറഞ്ഞ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസന്റ് സൈഡ്, ഹൈപ്പോട്ടിനസ് എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് പൈതഗോറസ് റൂൾ അപ്ലൈ നോക്കാം. ഹൈപ്പോട്ടിനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടിനസ് ഏതാ? 4K. 4K ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ. ബേസ് എന്ന് വെച്ചാൽ ഇതാണ് ബേസ്. എത്ര? 3K ദ ഹോൾ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? AB. അപ്പൊ AB നമുക്ക് അറിഞ്ഞൂടാ. AB ദ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ AB സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ വരുമ്പോഴത്തേക്ക് 16K സ്ക്വയർ ഇസ് ഈക്വൽ ടു 9K സ്ക്വയർ പ്ലസ് എത്ര? AB സ്ക്വയർ. സോ ഇതിൽ നിന്ന് AB സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? 9K സ്ക്വയർ അപ്പുറത്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി. 16K സ്ക്വയർ മൈനസ് 9K സ്ക്വയർ. സോ 16K സ്ക്വയറിൽ നിന്നും 9K സ്ക്വയറിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 7K സ്ക്വയർ എന്ന് കിട്ടും. സോ AB സ്ക്വയർ ഇസ് ഈക്വൽ ടു 7K സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ AB ഇസ് ഈക്വൽ ടു √7K സ്ക്വയർ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു √7K എന്ന് കിട്ടും. സോ AB √7K എന്ന് കിട്ടും. ഇതിനകത്ത് ചുരുക്കം ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുന്നു, അതിന്റെ ഹൈപ്പോട്ടിനസ് ഉണ്ട്. ഹൈപ്പോട്ടിനസ് ഏതാണ്? 4K. ബേസ് ഉണ്ട്, എത്രയാണ്? ബേസ് ഉണ്ട്, എത്രയാണ്? 3K. ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ഇല്ല, അത് കണ്ടുപിടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ ഇവിടെ ഈ √7K കിട്ടിയത് എനിക്ക് ഇവിടെ ഇട്ട് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് √7K. അപ്പൊ ഞാൻ ഈ സൈഡ് കണ്ടുപിടിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല, ഈസിയാണ്. നമുക്ക് അടുത്ത സെക്ഷനായിട്ട് എഴുതാം. അപ്പൊ നിങ്ങൾ താഴെ താഴെ എഴുതിയാൽ മതി. നമുക്ക് എന്തോ കണ്ടുപിടിക്കേണ്ടത്? കോസൈ. നോക്കിക്കേ, കോസൈ. കോസൈയുടെ ഫോർമുല എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ എന്താണ്? ഹൈപ്പോട്ടിനസ് എന്നുള്ളതാണ് കോസൈയുടെ ഫോർമുല. സോ അഡ്ജസന്റ് സൈഡ് ഏതാണ്? എയുടെ √7K. √7K ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനസ് എന്താണ്? 4K. ഈ കെയും കെയും ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് √7/4. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കെ അങ്ങനെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്ത് നോക്കണ്ട എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു ആൻസർ കിട്ടി, കോസയുടെ വാല്യൂ കിട്ടി. ഇനി ടാൻ എ. സോ ടാൻ എ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3K ആണ്. അഡ്ജസന്റ് സൈഡ് എത്ര? √7K. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/√7. അപ്പൊ ഈ രണ്ട് ആൻസേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉണ്ടായിരുന്നത്.
സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ cos A എന്ന് പറഞ്ഞാൽ എന്താണ്? cos A എത്ര? √7/4. പിന്നെ എന്താ ഉള്ളത്? tan A. tan A എന്ന് പറയുമ്പോഴത്തേക്ക് 3/√7. വേണമെങ്കിൽ നമുക്ക് ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യാം? റാഷണലൈസ് ചെയ്ത് എഴുതാം. നോക്കട്ടെ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ ആൻസർ എന്താന്ന് നോക്കട്ടെ. 8.1 ക്വസ്റ്റ്യൻ നമ്പർ 3. So 8.1 question number 3. 3/√7 അങ്ങനെ ഇട്ടിരുന്നാൽ മതി. 3/√7 തന്നെ ഇട്ടിരുന്നാൽ മതി. അപ്പൊ അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോ വീഡിയോ പോസ് ചെയ്തതിനു ശേഷം ഇതെന്ത് ചെയ്യുക? ഒന്ന് എഴുതിയെടുക്കുക ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ശ്രദ്ധിച്ചോളുക, ഈ ഒരു ക്വസ്റ്റ്യന്റെ കേസ് എന്താന്ന് വെച്ചാല് നമുക്ക് sin A = 3/4 എന്നേ തന്നിട്ടുള്ളൂ. cos A tan A കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ sin A എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് എഴുതുക, 3k/4k എന്ന് എഴുതുക. എന്നിട്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഈ A ഒരിക്കലും 90 ഡിഗ്രി വരാൻ പാടില്ല, അത് ശ്രദ്ധിച്ചോണം. A ഇവിടെ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ ആയാലും കുഴപ്പമില്ല, ഇവിടെ ആയാലും കുഴപ്പമില്ല. അതാണെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി, സെയിം ആൻസർ ആയിരിക്കും. Aനെ ഇവിടെ ഇട്ട് ചെയ്താലും സെയിം ആൻസർ തന്നെ കിട്ടും. ഓക്കെ, എന്നിട്ട് ആ രണ്ട് വാല്യൂസ് കൊടുക്കുക. ഏതൊക്കെയാണ്? √3kയും 3kയും 4kയും കൊടുക്കുക. പൈതഗോറസ് റൂൾ അനുസരിച്ച് ഈ ഓൾട്ടിറ്റ്യൂഡ്, അതായത് നമ്മൾ പറയുന്ന അഡ്ജസന്റ് സൈഡിനെ കണ്ടുപിടിക്കുക, √7k. അതിനുശേഷം മറ്റേ എന്താണ്? cos A = cos യുടെ ഫോമിൽ എന്തുവാ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എന്നുള്ളത്. tan A = ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് എന്നുള്ളത്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ്. അപ്പം ഈ ഫോർമുലാസ് മനസ്സിലുണ്ടാവണം, എന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തതിനു ശേഷം എഴുതിയെടുക്കുക. എനിവേ ഇതിന് നോട്ട്സ് എന്തായാലും ഞാൻ തരില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഇനി ഒന്നുകൂടി പറയേണ്ട ആവശ്യമില്ലെന്ന് കരുതുന്നു. കാര്യം ഓൾറെഡി വളരെ സ്ലോയിലാണ് എടുത്തത്. പിന്നെ അതുകൂടാതെ 2 പ്രാവശ്യം പറഞ്ഞു തരികയും ചെയ്തു. അപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്, അത് മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, ഇതിൽ നിന്ന് തന്നെ പഠിക്കാം മാക്സിമം. ഇനിയും ഒരു സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ വീക്ക്നെസ് തന്നെയാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഗിവൺ അടുത്ത ക്വസ്റ്റ്യൻ 15, സെയിം കാറ്റഗറി. 15 cot A = 8. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഫൈൻഡ് sin A ck. അപ്പൊ ഈ പ്രാവശ്യം നമുക്ക് നോക്കാം 15 cot A. അപ്പൊ നമുക്ക് ഇവിടെ ഒരേ ഒരു ചേഞ്ച് ഉള്ളത്, ഈ cot A നെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നു. അത് അപ്പുറത്ത് പൊക്കോട്ടെ. cot A = എന്താണ്? 8/15. അപ്പൊ ഇങ്ങനെ ചെയ്യാമെന്ന് മിക്ക ആൾക്കാർക്കും അറിഞ്ഞൂടാ. നേരത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതുമായിട്ട് ഡിഫറൻസ് ഉണ്ടെന്ന് കരുതും. പക്ഷെ സെയിം തന്നെ. ഈ 15 അപ്പുറത്തോട് ഡിവൈഡ് ചെയ്താൽ മാത്രം മതി. കോട്ടയുടെ ഫോർമുല എഴുതുക. എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് എന്നുള്ളതാണ് കോട്ടയുടെ ഫോർമുല. അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസന്റ്. അപ്പം ഇനി നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാം. ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ട്രയാങ്കിൾ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. A വേണ്ട, നമുക്ക് ഒരു കാര്യം ചെയ്യാം. നേരത്തെ കൺഫ്യൂഷൻ ഒഴിവാക്കാം. ഇവിടെ A കൊടുക്കാം, ഇവിടെ B കൊടുക്കാം, ഇവിടെ C കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ 90 ഡിഗ്രിയിൽ മാത്രമേ എന്ത് കൊടുക്കാതിരിക്കാവൂ? നമ്മുടെ ഈ ആംഗിള് കൊടുക്കാതിരിക്കാവൂ. ഓക്കെ, അപ്പം 8/15 എഴുതും. അപ്പൊ A ഇവിടെയാണ് വന്നത് ആംഗിള്. അതിന്റെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വരും 8. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ 15 ഇവിടെ വരും. ഓക്കെ, ഇനി ഈ ഒരു ട്രയാങ്കിൾ നോക്കേ, ഇതിനകത്ത് എന്തുവാ മിസ്സിങ്? ഈ ട്രയാങ്കിൾ പൈതഗോറസ് റൂൾ അനുസരിച്ച് ഇതിനകത്ത് എന്താണ് മിസ്സിങ്? ഹൈപ്പോട്ടനസ്, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള. അപ്പൊ അവിടെ പൈതഗോറസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഹൈപ്പോട്ടനസ് സ്ക്വയർ = ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഈ ബി ആണെന്ന് കരുതി കളയരുത്, ഈ എ ആണെന്നും കരുതി കളയരുത്. ഇതാണ് ഹൈപ്പോട്ടനസ് സ്ക്വയർ = ബേസ് സ്ക്വയർ പ്ലസ് എത്ര? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നുള്ളതാണ്. അപ്പൊ ഹൈപ്പോട്ടനസ് സ്ക്വയർ = ബേസ് എത്രയാണ്? 8ന്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 15 സ്ക്വയർ. സോ നോക്കിക്കേ, 64 + 225 എന്ന് കിട്ടും. 64 + 225 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 289 കിട്ടും. h സ്ക്വയർ, ഹൈപ്പോട്ടനസ് സ്ക്വയർ = 289. ഹൈപ്പോട്ടനസ് √289 സോ √289 എത്ര? 17 എന്ന് നമുക്ക് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എത്ര കൊടുക്കാം? 17 എന്ന് കൊടുക്കാം.
അത് പിന്നീട് കിട്ടിയതായതുകൊണ്ട് ഒന്ന് റൗണ്ട് ചെയ്തേക്കുക. കാര്യം എന്താന്ന് വെച്ചാല് നമുക്ക് പിന്നീട് റിവൈസ് എടുക്കുമ്പോഴത്തേക്ക് ഈ ഫിഗറൊക്കെ നമ്മൾ വരച്ചാണെന്നുള്ളതൊക്കെ മറന്നു പോകും. അപ്പൊ അങ്ങനെയുള്ള ഒരു ടെൻഷൻ കുഴപ്പം ഒഴിവാക്കാനായിട്ട് കിട്ടുന്ന സംഭവം നമ്മൾ കണ്ടുപിടിച്ചതിനെ റൗണ്ട് ചെയ്തേക്കാം. ഇനി എല്ലാം എളുപ്പമായില്ല. ഇതാ നോക്കിക്കേ, സൈൻ എ ഇസ് ഈക്വൽ ടു, സൈൻ എ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓപ്പോസിറ്റ് സൈഡ് ബൈ എത്ര? ഹൈപ്പോട്ടനസ്. ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? എയുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് 15 ബൈ ഹൈപ്പോട്ടനസ് 17 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത കണ്ടുപിടിക്കാനുള്ളതാണ് സി കെ. സി കെയുടെ ഫോമിൽ ഓർത്ത് വെച്ചേക്കണം. കോസിന്റെ റെസിപ്രോക്കൽ. കോസ് എന്തുവാ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് കോസ്. സോ സി കെ ആകുമ്പോൾ ഹൈപ്പോട്ടനസ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഹൈപ്പോട്ടനസ് എത്ര? 17, അഡ്ജസന്റ് എത്ര? 8. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ടെക്സ്റ്റിന്റെ ബാക്കിൽ നോക്കാം. ആൻസേഴ്സ് കറക്റ്റ് ആണ്. 8.2 8.2 8.1 ക്വസ്റ്റ്യൻ നമ്പർ 4 15 ബൈ 17 17 ബൈ 8 ആണ്. ആൻസേഴ്സ് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എഴുതിയെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. ഗിവൺ sec 13 is equal to 13 by 12. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോണം. നോക്കിക്കേ, ഇവിടുന്ന് തുടങ്ങാം അല്ലേ നമുക്ക്. sec 13 അല്ലേ? sec theta is equal to 13 by 12. Calculate all other trigonometric റേഷ്യോസ്. ബാക്കിയുള്ള റേഷ്യോസ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. സൈൻ ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 അത് മറന്നുപോയത്. അപ്പൊ ഞാൻ ഇവിടെ എഴുതുവാണ് ഫിഗർ. ഇവിടെ ഫിഗർ ഞാൻ ഇവിടെ വരയ്ക്കുവാണ്. നിങ്ങളും റൈറ്റ് സൈഡിൽ ഫിഗർ വരയ്ക്കുക. അപ്പൊ സീക്ക് തീറ്റയെന്നേ ഉള്ളു. അപ്പൊ തീറ്റ എവിടെ വേണം കൊടുക്കാം. ഒരു കാര്യം ഓർത്തോ, തീറ്റ ഇവിടെ കൊടുക്കരുത്. ഓക്കെ, അപ്പൊ ആ തീറ്റ ഇവിടെ കൊടുക്കാം അല്ലെ? ഇവിടെ അല്ലേ എളുപ്പം തീറ്റ. സോ അതിന്റെ പേര് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. കാര്യം ഇവിടെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സോ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതെന്താണ്? അഡ്ജസന്റ് സൈഡ് ഇതെന്താണ്? ഹൈപ്പോട്ടനസ്. സീക്ക് തീറ്റയുടെ ഫോർമുല എന്താണ്? സീക്ക് തീറ്റ കോസ് തീറ്റയുടെ ഫോർമുല ഓർത്താൽ മതി. കോസ് തീറ്റയുടെ ഫോർമുല അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. സീക്ക് തീറ്റ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈപ്പോട്ടനസ് ഡിവൈഡഡ് ബൈ എന്താണ്? അഡ്ജസന്റ് സൈഡ് ആയിരിക്കും. 13 by 12. കെ ഒന്നും ഇട്ട് ചെയ്യണമെന്നില്ല. സോ ഹൈപ്പോട്ടനസിന് എന്ത് കൊടുക്കണം? 13 കൊടുക്കണം. അഡ്ജസന്റ് എന്ത് കൊടുക്കണം? 12 കൊടുക്കണം. പൈതഗോറസ് റൂൾ അനുസരിച്ച് ആ ബി സി കണ്ടുപിടിക്കണം. BC is equal to, ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ഇതായത് ഇപ്പൊ BC is equal to root of hypotenuse square minus altitude square. എത്ര? 13 square minus 12 square. പൈതഗോറസ് റൂൾ ആണ്, വേറെ ഒന്നുമില്ല. 13 square 169 minus 144 is equal to root 25, that is equal to 5. ആ കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യണം? റെഡ് ഇങ്ക് വെച്ച് എഴുതണം. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചാണെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, അതിനുശേഷം ബാക്കി എല്ലാ ട്രിഗണോമെട്രിക് റേഷ്യോസും അങ്ങോട്ട് എഴുതിയാൽ മതി. ഏതൊക്കെ ട്രിഗണോമെട്രിക് റേഷ്യോസ്? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഓരോ പ്രാവശ്യവും പറഞ്ഞ് തന്നെ പഠിക്കുക. തീറ്റ എവിടെയാണ്? ഓപ്പോസിറ്റ് സൈഡ് 5 ബൈ ഹൈപ്പോട്ടനസ് 13. ഓക്കെ, ഒരെണ്ണം കിട്ടി. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അഡ്ജസന്റ് സൈഡ് എത്ര? 12 ബൈ ഹൈപ്പോട്ടനസ് എത്ര? 13. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് 5, അഡ്ജസന്റ് സൈഡ് എത്ര? 12 എന്നുള്ളതാണ്. അടുത്ത കൊസീക് തീറ്റ. കൊസീക് തീറ്റ ഇസ് ഈക്വൽ ടു സൈന് കോസിറ്റ. കൊസീക് തീറ്റ എന്താണ്? സൈന്റെ റെസിപ്രോക്കൽ. ഹൈപ്പോട്ടനസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇതിനെ തിരിച്ചിട്ടാൽ മതി. കാര്യം തീറ്റ മാറുന്നില്ലല്ലോ. തീറ്റ തന്നെയാണ് രണ്ടിടത്തും. ആംഗിൾ എ തന്നെ വരുന്നത്. അപ്പൊ എത്ര കിട്ടും? 13 by 5 എന്ന് വരും. അല്ലെങ്കിൽ ഹൈപ്പോട്ടനസ് ബൈ അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. സീക്ക് തീറ്റ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം സീക്ക് തീറ്റ ഓൾറെഡി ഗിവൺ എന്താണ്? 13 by 12 ഗിവൺ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി കോട്ട് തീറ്റ കണ്ടുപിടിക്കാം. ഇതിനെ ടാനിനെ തിരിച്ചിട്ടാ പോരെ. ഏതാണ്? അഡ്ജസന്റ് ഡിവൈഡ് ബൈ എത്ര? ഓപ്പോസിറ്റ് സൈഡ്. അഡ്ജസന്റ് ഡിവൈഡ് ബൈ ഇതിനെ തിരിച്ചിട്ടാ മതി. 12 by 5 എന്ന് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 5 അല്ലേ?
8.2 question number 5 sin theta 5/13 cos theta 12/13 tan theta 5/12 cot theta cosec theta 13/5 sec theta തന്നിട്ടുണ്ട് 13/12 cot theta എന്ന് പറഞ്ഞാൽ 12/5. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പം വീഡിയോ പോസ് ചെയ്ത് വെച്ചതിന് ശേഷം എഴുതിയെടുക്കാം. ഓക്കെ, അപ്പൊ ഇത് കണക്ക് ഫൈൻഡ് ഓൾ ട്രിഗണോമെട്രിക് റേഷ്യോ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് ചോദിച്ചാൽ ഏതാണോ തന്നിരിക്കുന്നത് അതൊഴികെ ബാക്കിയെല്ലാം സൈൻ കോസ് ടാൻ കൊസീക് സീക്ക് കോട്ട്. അപ്പൊ ഇതിൽ ബാക്കിയെല്ലാം കണ്ടുപിടിക്കാം. ഇനി അടുത്തതൊരു ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി ആർ അക്യൂട്ട് ആംഗിൾ സച്ച് ദാറ്റ് കോസ് എ ഈസ് ഈക്വൽ ടു കോസ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷോ ദാറ്റ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. അപ്പൊ ആറാമത്തെ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല. ആംഗിൾ എ ആംഗിൾ ബി ആർ എന്തെന്ന് അക്യൂട്ട് ആംഗിൾസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഒരു കേസ് മാത്രം ഓർത്താൽ മതി. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളില് ഇത് 90 ഡിഗ്രി ആകുമ്പോ ബാക്കി രണ്ട് ആംഗിളും കൂടെ കൂട്ടുമ്പോഴേ 180 വരാൻ പാടും. അല്ല സോറി 90 വരാവും. അപ്പം ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ സി എന്ന് കൊടുത്താൽ ഇവിടെ ഓൾറെഡി 90 ഉണ്ടെങ്കിൽ ഇനി ഒരു 90 കൂടെ മതി 180 ആവാൻ. അപ്പൊ ഇവിടെ ഒരിക്കലും 90 വരത്തില്ല. ഏതെങ്കിലും ഒരു ആംഗിൾ 90നേക്കാളും കുറവേ വരത്തുള്ളൂ. ബിക്കോസ് ഇവിടെ 90 വന്നാൽ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ തന്നെ 180 ആയി. അപ്പൊ പിന്നെ എന്താ ഇവിടെ പറ്റില്ല. ടോട്ടൽ സം ആംഗിൾ സം പ്രോപ്പർട്ടി അനുസരിച്ച് ട്രയാംഗിളിലെ ആംഗിൾസ് എല്ലാം കൂടെ കൂട്ടുമ്പോഴേ 180 വരാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ 80 വന്നാൽ വേണമെങ്കിൽ ഇവിടെ 10 കൊടുക്കാം. 80 + 10 90, 90 + 90 എത്ര 180. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, ഈ രണ്ടിടത്തും ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളില് ഏത് ഈ 90 ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള രണ്ട് ആംഗിൾസും എപ്പോഴും അക്യൂട്ട് ആംഗിൾസ് തന്നെ ആയിരിക്കും. അതായത് 90 ഡിഗ്രിനേക്കാളും കുറവായിരിക്കും. അപ്പൊ അവര് പറഞ്ഞേക്കുന്ന എ ആൻഡ് ബി ആർ അക്യൂട്ട് ആംഗിൾസ് എന്നാ. അപ്പൊ നമ്മൾ കൊടുത്ത പേര് നമുക്ക് മാറ്റേണ്ടി വരും. കാര്യം പേര് ഇങ്ങനെ കൊടുക്കേണ്ടി വരും, എ ബി ആൻഡ് സി. ദെർഫോർ എ ആൻഡ് ബി ആർ ഇപ്പൊ എന്താണ്? അക്യൂട്ട് ആംഗിൾസ് ആണ്. അക്യൂട്ട് ആംഗിൾസ് ആണ്. സച്ച് ദാറ്റ് കോസ് എ ഈസ് ഈക്വൽ ടു കോസ് ബി ഗിവൺ. കോസ് എ ഈസ് ഈക്വൽ ടു എന്താണ്? കോസ് ബി എന്നാ പറഞ്ഞേക്കുന്നത്. സോ നോക്കിക്കേ, കോസ് എ എന്ന് പറഞ്ഞാലും അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. കോസ് ബി എന്ന് പറഞ്ഞാലും അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്. പിന്നെ എന്താണ് ഇതിലെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, കോസ് എ ഡിസൈഡ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ആംഗിളിനെ വെച്ചുകൊണ്ടാണ്. സോ എ സംബന്ധിച്ചിടത്തോളം അഡ്ജസന്റ് സൈഡ് ഏതാണ്? എ സി. അതിന്റെ ഹൈപ്പോട്ടിനസ് എപ്പോഴും എന്താണ്? എ ബി. എല്ലാത്തിന്റെയും ഹൈപ്പോട്ടിനസ് ഒന്ന് തന്നെ ആയിരിക്കും. ഇനി കോസ് ബിയെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ കോസ് ബിയിൽ ബിയുടെ അഡ്ജസന്റ് സൈഡ് ഏതാണ്? ബി സി. ബൈ ഹൈപ്പോട്ടിനസ് എന്താ? എ ബി. അപ്പൊ ഇത്രേ ഉള്ളൂ. കോസ് എ എന്ന് പറയുമ്പോൾ ആംഗിൾ ഇവിടെ തീറ്റ ഇവിടെ വെച്ചിട്ട് നോക്കണം. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഓപ്പോസിറ്റ്, അഡ്ജസന്റ്, ഹൈപ്പോട്ടിനസ് അങ്ങനെ വേണം നോക്കാനായിട്ട്. അപ്പം ഫസ്റ്റ് കേസ് എ എടുക്കണം, സെക്കൻഡ് കേസ് ബി എടുത്ത് നോക്കണം. കോസ് എയും കോസ് ബിയും. ഇനി നോക്കാം, ഈ എ ബിയും എ ബിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ സി ഈസ് ഈക്വൽ ടു ബി സി എന്ന് കിട്ടും. അപ്പൊ നോക്കിയേ, ഒരു ട്രയാംഗിളില് രണ്ട് സൈഡ്സ് ഈക്വൽ ആയി മാറി. എ സിയും ബി സിയും ഈക്വൽ ആയി മാറി. അങ്ങനെ വരുമ്പോൾ ആ ട്രയാംഗിളിന് നമ്മൾ പറയുന്ന പേരാണ് ഐസോസിലസ് ട്രയാംഗിൾസ്. നമ്മൾ സാറിന് എങ്ങനെയാ പഠിച്ചിട്ടുള്ള ഐസോസിലസ് ട്രയാംഗിൾ? ഒരു ട്രയാംഗിൾ എടുക്കും, ഇത് എ ബി സി, ഈ രണ്ട് സൈഡ്സ് ഈക്വല്, അതുകൊണ്ട് അത് ആ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ബേസ് ആംഗിൾസ് ഈക്വല്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള എങ്ങനെ ഐസോസിലസ് ട്രയാംഗിൾസിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആണെന്ന്. അങ്ങനെയല്ല, ഐസോസിലസ് ട്രയാംഗിൾസിന്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആണ് എന്താ പറയേണ്ടത്? ഈക്വൽ. അപ്പൊ എന്താണ് ഐസോസിലസ് ട്രയാംഗിളിന്റെ? അത് വേണമെങ്കിൽ എഴുതി വെച്ചോ, ഒരു നോട്ട്ബുക്കിൽ നമ്മുടെ ഇക്വേഷൻ ബുക്കിലോട്ട് എഴുതി വെച്ചോ. ഐസോസിലസ് ട്രയാംഗിൾസിന്റെ അല്ലെങ്കിൽ ഒരു ട്രയാംഗിളിലെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Therefore ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. Therefore നമുക്കിവിടെ പറയാൻ പറ്റും ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി. എന്നിട്ട് അതിന്റെ റീസൺ എഴുതണം. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ആർ എന്ത്? ഈക്വൽ. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് എ ട്രയാംഗിൾ ആർ എന്ത്? ഈക്വൽ. അത്രയാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒരു വേറെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇത് വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഇവർ പറഞ്ഞിരിക്കുന്നത് ആംഗിൾ എയും ആംഗിൾ ബിയും ഒരു ട്രയാംഗിളിന്റെ അക്യൂട്ട് ആംഗിൾസ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വേണം? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചിട്ട് അതിൽ 90 അല്ലാത്ത സ്ഥലത്ത് വേണം എയ്ക്കും ബിയും കൊടുക്കാനായിട്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് കോസ് എ ഇസ് ഈക്വൽ ടു കോസ് ബി. അപ്പൊ കോസ് എയെ സംബന്ധിച്ചിടത്തോളം കോസ് എ കണ്ടുപിടിക്കണം, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. കോസ് എക്ക് പകരം എന്ത് എടുക്കണം? ബി സി ബൈ എ ബി കൊടുക്കണം. കോസ് ബിക്ക് പകരം, സോറി ഓപ്പോസിറ്റ് അല്ലല്ലോ, അഡ്ജസന്റ് അല്ലേ,
കോസ് എക്ക് വരെ എന്തുവാ എ സി ബൈ എത്ര എ ബി എന്ന് കൊടുക്കണം. കോസ് ബിക്ക് വരാൻ ബി സി ബൈ എത്ര കൊടുക്കണം എ ബി എന്ന് കൊടുക്കണം. അത് രണ്ടും കൂടി ഈക്വേറ്റ് ചെയ്യണം. എ ബിയും ക്യാൻസൽ ആയി പോകും. എ സി ഇസിക്കൽ ടു ബി സി എന്ന് കിട്ടും. അങ്ങനെ എ സി ഇസിക്കൽ ടു ബി സി ആവുമ്പോൾ ഈ രണ്ട് റെഡ് ലൈൻ കൊണ്ട് ഞാൻ വരച്ചേക്കോ എ സിയും ബി സി ഈക്വൽ ആണെന്ന്. Therefore ഒരു ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും തീർച്ചയായിട്ടും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. അത് മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ സെക്ഷൻ അല്ല ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അത് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം മാത്രം അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇങ്ങനെ പെട്ടെന്ന് ഓരോ പ്രോബ്ലം ചെയ്ത് പോകുന്നത് ബിക്കോസ് ഇത് റെക്കോർഡഡ് വീഡിയോ ആണ്. നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വീണ്ടും ആ പ്രോബ്ലം ഒന്നുകൂടെ ഉണെങ്കിലും കാണാൻ പറ്റും. അപ്പൊ ഞാനത് 3 പ്രാവശ്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി 2 പ്രാവശ്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒന്നുകൂടെ ബാക്ക്വേർഡ് അടിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ അത് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ കാണുക മനസ്സിലാവാത്ത പ്രോബ്ലംസ്. ഇനി അടുത്തൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. cot theta is equal to 7/8. ഓക്കെ, 7th ക്വസ്റ്റ്യൻ ആണ്. cot theta is equal to 7/8. ഇവാലുവേറ്റ് എന്താണ് 1 plus sin theta into എത്ര 1 minus sin theta divided by 1 plus cos theta into എത്ര 1 minus cos theta എന്ന്. പിന്നെ ഒരു കാര്യം കൂടെ ചെയ്യണം, നമ്മൾ എന്താണ് cot square theta, രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ പഴയത് കണക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, cot theta ഫോർമുല എഴുതണം. cot theta ഫോർമുല എന്താണ്, cot theta എങ്ങനെയാ പറയുന്ന ഫോർമുല അഡ്ജസന്റ് ബൈ ഓപ്പോസിറ്റ് അല്ലേ, ടാൻ റെസിപ്രോക്കൽ അല്ലേ, അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ് എന്ത് കോട്ട്. ദാറ്റ് ഈസ് 7/8. പഴയതുപോലെ ഇവിടെ ഒരു ട്രയാങ്കിൾ ഞാൻ വരച്ചു, എ ബി സി എന്ന് പേര് കൊടുത്തു, ഇവിടെ തീറ്റ കൊടുത്തു. തീറ്റ അവിടെ ആണെന്നുള്ള കാര്യം മറന്നു പോരുത്. തീറ്റയുടെ അഡ്ജസന്റ് സൈഡ് എത്ര 7, ഓപ്പോസിറ്റ് സൈഡ് എത്ര 8. therefore നമുക്ക് എ സി കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് എത്ര 7 സ്ക്വയർ പ്ലസ് എത്ര 8 സ്ക്വയർ. പൈതഗോറസ് റൂൾ അനുസരിച്ച് റൂട്ട് ഓഫ് 7 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും 49 പ്ലസ് 8 സ്ക്വയർ എത്ര 64. ദാറ്റ് ഈസ് ഈക്വൽ ടു 49 പ്ലസ് 64 എത്ര വരും 49 പ്ലസ് 64 എന്ന് പറയുമ്പോഴത്തേക്ക് റൂട്ട് 113. സോ അപ്പൊ നമുക്ക് കിട്ടുന്ന എ സിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ് റൂട്ട് 113 എന്നുള്ളതാണ്. സോ അപ്പൊ അതിന് നമുക്ക് അങ്ങനെ ഇടാൻ പറ്റുള്ളൂ, റൂട്ട് 113 മാത്രമേ ഇടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇനി ചെയ്യുന്ന കാൽക്കുലേഷൻസ് ശ്രദ്ധിച്ച് ചെയ്യണം. എല്ലാ സൈഡ്സും കിട്ടിക്കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം, 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു ഈ ഒരു എക്സ്പ്രഷന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അതിന് മുന്നേ നമുക്ക് സൈൻ തീറ്റ വേണം, കോസ് തീറ്റ വേണം. തീറ്റ ഒരിടത്ത് തന്നെയാണ്. അപ്പൊ അത് ആദ്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ജോലി. അപ്പൊ നോക്കേ, സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്, അല്ലെ വേണ്ട, നമുക്ക് ഒരുമിച്ച് തന്നെ ചെയ്യാം, അതായിരിക്കും നല്ലത്. വെയിറ്റ് ചെയ്യാം. നോക്കിക്കേ, 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ ഏത് ഫോമിലാണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ സ്ക്വയർ മൈനസ് എന്ത് ബി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ അങ്ങനെയും എഴുതാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് സൈൻ തീറ്റ നമ്മൾ വേറെ കണ്ടുപിടിക്കണം. ഓക്കെ, സൈൻ തീറ്റ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് 8/√113 എന്നുള്ളതാണ്. അപ്പൊ അത് അവിടെ എഴുതണം, 8/√113. സോ സൈൻ തീറ്റ ആണ് 8/√113. നമുക്ക് എന്താ വേണ്ടത്, സ്ക്വയർ. സോ അതിന്റെ സ്ക്വയർ കൊടുക്കണം. സോ 1 മൈനസ് കോസ് തീറ്റ കണ്ടുപിടിക്കണം. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, therefore 7/√113. സോ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ എന്ത് എടുക്കണം, സ്ക്വയർ. കാര്യം കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്താല് നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ 1 മൈനസ് 8 സ്ക്വയർ 64 ഡിവൈഡ് ബൈ റൂട്ട് 113 സ്ക്വയർ 113 ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് 49/113. അപ്പൊ ഇങ്ങനെയുള്ള കാൽക്കുലേഷൻസ് കുറെ ആൾക്കാർ തെറ്റിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു സ്റ്റെപ്പ് വന്നാൽ പിന്നെ അത് LCM ഒക്കെ എടുത്ത് ചെയ്ത് ആകെപ്പാടെ കുളമാക്കി വെക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരത് പ്രത്യേകിച്ച് ചെയ്യുക, നോക്കിയിരിക്കുക. അതായത് ഈ 113 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് കൺസിഡർ ചെയ്യുക ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇതിന്റെ അടിയിൽ 1 ഉണ്ടെന്നും ഇതിന്റെ അടിയിൽ എന്തുണ്ടെന്നും കൺസിഡർ ചെയ്യുക, 1 ഉണ്ടെന്നും കൺസിഡർ ചെയ്യുക. സോ ഈ 113 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 113 മൈനസ് ഈ 1നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 64 ഡിവൈഡ് ബൈ
1 into 113 113 അങ്ങനെയാണ് ഇത് വരുന്നത്. മിക്ക ആൾക്കാർക്കും അറിയില്ല. സോ അതുകൊണ്ട് തന്നെ 113 into 1 എത്ര 113 minus 1 into 49 എത്ര 49 all divided by 1 into 113 113. സോ അങ്ങനെ വരുമ്പോ ഈ 113യും ഈ 113 ക്യാൻസൽ ആയി പോയി. ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് മിണ്ടാതൊക്കെ ഇരിക്കുന്ന കാണാം. ഇപ്പൊ a by b ഹോൾ ഡിവൈഡ് ബൈ c by b ആണെങ്കിൽ ഈ ബിനെ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. സോ നോക്കിയാ 113 മൈനസ് എത്ര വരും 64. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും 113 മൈനസ് 64 ഡിവൈഡ് ബൈ 113 മൈനസ് എത്ര വരും 49. ഓക്കെ, അപ്പൊ ആ കാൽക്കുലേഷൻ എന്ത് ചെയ്യുക നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പൊ നോക്കിക്കേ, അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാല് 49 ബൈ എന്ത് വരും 64 ആണ് വരുന്നത്. 49 ബൈ 64 ആയും 113 മൈനസ് 64 എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കി 49 ആണ് വരുന്നത്. 113 മൈനസ് 49 എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും 64 വരും. ഓക്കെ, 113 മൈനസ് 64 ഡിവൈഡ് ബൈ 113 മൈനസ് 49. ഓക്കെ, അപ്പൊ 49 ബൈ 64 ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ എന്താണ് നമുക്ക് തന്നിരുന്നത്? സെയിം കോട്ട് തീറ്റ ഈക്വൽ 7/8 തന്നു. നമ്മൾ ബാക്കിയെല്ലാം നമ്മുടെ ഹൈപ്പോട്ടനസ് മിസ്സിംഗ് ആയിരുന്നു. നമ്മൾ അത് എന്ത് ചെയ്തു കണ്ടുപിടിച്ചത് ആ മിസ്സിംഗ് ഹൈപ്പോട്ടനസ് റൗണ്ട് ചെയ്തു. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതുവരെ ചെയ്തതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ. പക്ഷേ ഈ ചാപ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇത് ഡിഫിക്കൽട്ട് അല്ല. സോ 1 plus cos theta into 1 minus cos theta, 1 plus cos theta divided by 1 plus cos theta into 1 minus cos theta. So ഇത് a plus b into a minus b, a square minus b square. ഇത് a plus b into a minus b, a square minus എന്തോ b square. സോ ഇത് സൈൻ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം, കോസ് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം ഈ ട്രയാംഗിളിനകത്ത്. എന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. ബാക്കിയെല്ലാം സിമ്പിൾ കാൽക്കുലേഷൻസ്. അപ്പൊ ഇതും നേരത്തെ ചെയ്ത കണക്ക് സ്ക്രീൻഷോട്ട് എടുക്കുകയോ വീഡിയോ പോസ് ചെയ്യുകയോ ചെയ്തതിനു ശേഷം എഴുതിയെടുക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് ഒരെണ്ണം കൂടി മിസ്സിംഗ് ഉണ്ടല്ലോ ക്വസ്റ്റ്യൻ. കോട്ട് സ്ക്വയർ തീറ്റ ഉണ്ട്. അപ്പൊ നമുക്ക് കോട്ട് തീറ്റ കണ്ടുപിടിക്കാം. കോട്ട് തീറ്റയുടെ ഫോർമുല എന്താണ്? ടാൻ തീറ്റയുടെ റെസിപ്രോക്കൽ. അപ്പൊ ടാൻ തീറ്റ സൈൻ ബൈ കോസ് ആണെങ്കിൽ കോട്ട് തീറ്റ ടാൻ തീറ്റ എന്ന് പറഞ്ഞാല് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് ആണെങ്കിൽ ഇത് അഡ്ജസന്റ് ഡിവൈഡഡ് ബൈ എന്താണ് ഓപ്പോസിറ്റ് സൈഡ്. അഡ്ജസന്റ് ഏതാണ് 7 ഡിവൈഡ് ബൈ ഓപ്പോസിറ്റ് 8. സോ cot theta 7/8. അപ്പൊ cot square theta is equal to 7/8 the whole square, that is equal to 49/64. അപ്പൊ ഇതിന്റെ പ്രത്യേകത നോക്കിയേ, ആദ്യത്തെ ക്വസ്റ്റിന്റെ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഒന്ന് തന്നെ 49/64. നേരത്തെ ക്വസ്റ്റിന്റെ ആൻസർ 49/64 ആയിരുന്നു. ഇപ്പോഴത്തെ ആൻസർ എന്ത് തന്നെയാണ് 49/64 തന്നെയാണ്. ഓക്കെ, അപ്പം ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ പോസ് ചെയ്ത് വെച്ചതിന് ശേഷം എഴുതി എടുക്കുക. അപ്പൊ അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 8th ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ 8th ക്വസ്റ്റ്യൻ ഇതെല്ലാം തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. നല്ല നോക്കിക്കോ. 8th ക്വസ്റ്റ്യൻ എന്താണ്? 8th ക്വസ്റ്റ്യൻ 3 cot A is equal to 4. ചെക്ക് വെദർ നമ്മൾ ചെക്ക് ചെയ്യണം എന്ത് 1 minus tan square A divided by 1 plus tan square A is equal to cos square A minus എന്ത് sin square A or not. സോ നമ്മൾ ഈ ക്വസ്റ്റിനകത്ത് ചെക്ക് ചെയ്യണം ഇതാണോ എന്ന്. അപ്പൊ 3 cot എന്ന് പറയുമ്പോൾ നമുക്കറിയാം cot A is equal to എത്ര 4/3. കോട്ടയുടെ ഫോർമുല എന്തായിരുന്നു? അഡ്ജസന്റ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് is equal to 4/3. ട്രയാംഗിൾ പഴയത് കണക്ക് തന്നെ വരയ്ക്കുക, ഒരു വ്യത്യാസവും വരുത്തണ്ട. തീറ്റ ഇവിടെ കൊടുക്കുക. തീറ്റ അല്ലേ എ ആണല്ലേ, തീറ്റ അല്ല എ ആ. സോ അപ്പൊ ഇവിടെ എ കൊടുക്കുക, ബി കൊടുക്കുക, സി. അഡ്ജസന്റ് എയുടെ അഡ്ജസന്റ് 4 കൊടുക്കുക, ഓപ്പോസിറ്റ് 3 കൊടുക്കുക. എന്ത് കണ്ടുപിടിക്കുക? ഈ എ സി കണ്ടുപിടിക്കുക. സൈഡിൽ കണ്ടുപിടിച്ചാൽ മതി. എ സി എന്ന് പറയുമ്പോൾ അറിയാലോ, എ സി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്ത് 4 square plus 3 square. 4 square plus 3 square ഒന്നുമില്ല. ഹൈപ്പോട്ടനസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അല്ലെങ്കിൽ മറ്റേ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഹൈപ്പോട്ടനസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്. അതാണ് ഇവിടെ വന്നേക്കുന്നത്. ഇനി അതിനകത്തൊരു കൺഫ്യൂഷൻ വരരുത് ആൾക്കാർക്ക്.
So hypotenuse is equal to root of base square plus altitude square, that is equal to root 16 plus 9, that is equal to root 25, that is equal to 5. So ഇവിടെ നമുക്ക് എന്താ എഴുതാം, 5 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? സോ അത് എഴുതി. അപ്പൊ ഇനി എന്ത് വേണ്ട, ഇത് പ്രൂവ് ചെയ്യണം അല്ലെ, അല്ല ചെക്ക് ചെയ്യണം. പ്രൂവ് അല്ല, ചെക്ക് ആണ് ചെയ്യേണ്ടത്. സോ അതൊന്നും ശ്രദ്ധിക്കുക. 1 മൈനസ്, അപ്പൊ ടാൻ തീറ്റ കണ്ടുപിടിക്കണം അല്ലെ. 1 മൈനസ് ടാൻ തീറ്റ എന്തുവാന്ന് കണ്ടുപിടിക്കണം. ടാൻ തീറ്റ, ടാൻ എ എന്താണ്, ടാൻ തീറ്റ അല്ല ടാൻ എ. ടാൻ എ എന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്, അഡ്ജസന്റ് സൈഡ് ആണ് ടാൻ എ. ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്, എയുടെ 3, അഡ്ജസന്റ് ഏതാ 4, 3/4. സോ 1 മൈനസ് ടാൻ എ ദ ഹോൾ സ്ക്വയർ, ടാൻ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, 3/4 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് ഇവിടെ എഴുതണം 3/4 ദ ഹോൾ സ്ക്വയർ. മനസ്സിലാവുന്നുണ്ടോ? 1 മൈനസ് ടാൻ സ്ക്വയർ എ, 1 മൈനസ് എഴുതി വെച്ചു, ടാൻ എ വേണ്ടേ. ടാൻ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ടാൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡിന്റെ സ്ക്വയർ എടുക്കണം. ദാറ്റ് മീൻസ് 3/4 ന്റെ ഹോൾ സ്ക്വയർ, ഹോൾ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ ആയി. ടാൻ സ്ക്വയർ ഇത് തന്നെ 3/4 ദ ഹോൾ സ്ക്വയർ തന്നെ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, 1 മൈനസ് 9/16 ഹോൾ ഡിവൈഡ് ബൈ 1 പ്ലസ് 9/16 വരും. നേരത്തെ ചെയ്ത കാറ്റഗറി തന്നെയാണ് ഇത്. ഈ 16 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 16 മൈനസ് ഇവിടെ 1 ഉണ്ടെങ്കിൽ തന്നെ എന്തൊരു 9/16 ഹോൾ ഡിവൈഡ് ബൈ 16 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 പ്ലസ് 1 into 9, 9 divided by 16. 16 16 ക്യാൻസൽ ആയി പോകും. 16 മൈനസ് 9 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും, 7 divided by 16 പ്ലസ് 9 എന്ന് പറയുമ്പോൾ 25. ആൻസർ 7/25 ആണ്. അതായത് ഫൈനൽ ആൻസർ ആണെന്നും കരുതി ഇരിക്കരുത്. എന്ത് കിട്ടി നമുക്ക്, LHS കിട്ടി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എത്ര കിട്ടി, 7/25 എന്ന് കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് ഇതാണ്. ഏതാണ് റൈറ്റ് ഹാൻഡ് സൈഡ്, കോസ് സ്ക്വയർ എ മൈനസ് എത്ര, സൈൻ സ്ക്വയർ. ദാറ്റ് ഈസ് എന്താണ്, RHS ആണത്. കോസ് സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പൊ കോസ് എ ദ ഹോൾ സ്ക്വയർ, കോസ് എ ആകുമ്പോ എത്ര, അവിടെ എഴുതാം എന്താണ്, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനസ് മൈനസ് ഹോൾ സ്ക്വയർ മൈനസ് സൈൻ എന്തുവാ, ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്, ഹൈപ്പോട്ടിനസ്. അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതുന്നേ ഉള്ളൂ. സോ ഇതിന്റെ അഡ്ജസന്റ് സൈഡ് 4/5, 4/5 the whole square minus opposite side ഏതാ 3/5 the whole square. അല്ലെങ്കിൽ കോസയുടെ വാല്യൂ കണ്ടുപിടിച്ച് സൈനയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് സ്ക്വയർ എടുത്താൽ മതി. 16/25 minus 9/25, so that is equal to 7/25, that is equal to RHS. ഇതാണ് RHS. therefore നമുക്ക് പറയാൻ പറ്റും LHS is equal to എന്താണ്, RHS. LHS ഉം RHS ഉം എന്താണ്, 7/25. പിന്നെ അതൊന്നും ഡൗട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. ഡൗട്ട് വരുന്നവർ ഒന്നുകൂടി ഇതൊന്ന് ബാക്കിലോട്ട് പോയിട്ട് കണ്ടാൽ മതി. അപ്പം അങ്ങനെയുള്ളവർ ക്ലിയർ ആയിട്ടുള്ളവർ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്, നമുക്ക് 7 ഇപ്പൊ ചെയ്തു. നമുക്ക് 7 അല്ലല്ലോ 8 ആയി ഇപ്പൊ ചെയ്തു. അടുത്ത 9. ഇൻ എ ട്രയാങ്കിൾ ABC റൈറ്റ് ആംഗിൾഡ് അറ്റ് എന്ത് ബി. അപ്പൊ ഒരു ട്രയാങ്കിൾ നമുക്ക് ഇവിടെ വരയ്ക്കാം. ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി ആണ്. ABC ഉണ്ട്, ട്രയാങ്കിൾ ABC ആണ്, അതിൽ റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി. ഇഫ് tan A is equal to 1 അപ്പൊ ഇത് ഇവിടെ എഴുതാം. ഓക്കെ, എന്താണ് tan A is equal to 1/√3. നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്, tan A is equal to 1/√3. If tan A is equal to 1/√3, find in the first question sin A cos C plus cos A sin C എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ cos A cos C പ്ലസ് സൈൻ എ സൈൻ സി. ഇതൊന്നും കണ്ട് കൺഫ്യൂഷൻ ഒന്നും ആവണ്ട. പഴയതൊക്കെ തന്നെ tan A is equal to 1/√3, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് is equal to 1/√3. എയുടെ എ ആണ് ഇവിടുത്തെ ആംഗിൾ, ശ്രദ്ധിക്കണം. എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്, 1, അഡ്ജസന്റ് സൈഡ് എത്ര, √3. ഇത് കണ്ടുപിടിച്ചൂടെ നിങ്ങൾക്ക്, AC കണ്ടുപിടിച്ചൂടെ. AC എങ്ങനെ കണ്ടുപിടിക്കും, AC is equal to root of ഹൈപ്പോട്ടനസ് ആണ്, ബേസ് സ്ക്വയർ പ്ലസ് എന്ത്, ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 + 3, ദാറ്റ് ഈസ് ഈക്വൽ ടു √4, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടും അവിടെ, ഹൈപ്പോട്ടനസ്
2 ആണെന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് പഴയ കണക്ക് അങ്ങോട്ട് ചെയ്തു പോയാൽ മതി. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇവിടെ. അത് നോക്കിക്കേ. നമുക്ക് എന്താ വേണ്ടത്? സൈൻ എ കോസ് സി. ഇങ്ങോട്ട് നോക്ക്. സൈൻ എ കോസ് സി പ്ലസ് എത്ര? കോസ് എ സൈൻ സി. സൈൻ എ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കണം. ഓക്കെ, സൈൻ എ. സൈൻ എന്ന് പറയുമ്പോൾ എന്തോ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് 1/2 ഇൻറ്റു കോസ് സി. അപ്പൊ ഇതങ്ങ് മായ്ച്ചു കളയുക. പെൻസിൽ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കോസ് സി എന്ന് പറയുമ്പോൾ ഇവിടെ വരും. കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആ. അപ്പൊ കോസ് സി എന്ന് പറയുമ്പോൾ സിയുടെ അഡ്ജസന്റ് സൈഡ് 1 ബൈ ഹൈപ്പോട്ടനസ് എത്ര? 1/2 പ്ലസ് 2 1 എന്ന് പറഞ്ഞാൽ തെറ്റായെന്ന് വിചാരിക്കരുത്. ഇനി അടുത്ത കോസ് എ. അപ്പം കോസ് എ. അപ്പൊ ഇവിടെ അല്ല, ഇവിടെയാണ് ആംഗിൾ എ. കോസ് എ. കോസിന്റെ ഫോർമുല എന്തുവാ? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ എയുടെ അഡ്ജസന്റ് സൈഡ് √3, ഹൈപ്പോട്ടനസ് 2, സോ ദെയർഫോർ √3/2 ഇൻറ്റു ഒരു കേസും ഉണ്ട്. മിക്ക ആൾക്കാർക്കും ഡൗട്ടുള്ള ഈ സൈൻ എ കോസ് സി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡോട്ട് ഉണ്ട്. ഇട്ടില്ലേലും കുഴപ്പമില്ല, പ്രോഡക്റ്റ് ആയി. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ എ ഇൻറ്റു ബി എന്ന് പറയുന്ന പോലെ നമ്മൾ എന്ത് കൊടുക്കും? എ ബി എന്നോ അല്ലെങ്കിൽ എ ഡോട്ട് ബി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതുപോലെ സൈൻ എ കോസ് സി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോഡക്റ്റ് ആണ്. സൈൻ സി എന്ന് പറയുമ്പോൾ ആംഗിൾ എവിടെ വരും? ഇവിടെ വരും. അപ്പൊ ഇവിടെ എന്തോ ആംഗിൾ സൈൻ സി എന്ന് പറയുമ്പോൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് √3/2. അപ്പൊ 2 ഒരേ കണക്ക് വരുന്നോണ്ട് കൺഫ്യൂഷൻ അടിച്ചു പോരുത്. ഇതിന്റെ ആൻസർ 1 × 1 1 1 2 × 2 എത്ര? 4 പ്ലസ് √3 × √3 3 /2 × 2 2. മിക്ക ആൾക്കാർ ഇവിടെ ആഡ് ചെയ്തൊക്കെ വെക്കും. അത് ആലോചിച്ചോണം. ഇവിടെ മാത്രമേ എന്തുള്ളൂ? അഡിഷൻ സൈൻ ഉള്ളൂ. മറ്റേത് രണ്ടും മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ ഇവിടെ എന്ത് വരും? 4 വരും. 2 × 2 എത്ര? 4 വരും. സോ ഡിനോമിനേറ്റേഴ്സ് സെയിം. 1 + 3 4 4/4 = 1 ആണ് ഇതിന്റെ ആൻസർ. സോ ഇതിന്റെ ആൻസർ നമ്മൾ ചെയ്തു കഴിഞ്ഞു 1. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഈ സാധനം എഴുതിയെടുക്കാം. ഓക്കെ, ഇനി സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് വെച്ചാൽ ഇതാ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കോസ് ഈസിയാണ്. കോസ് സി പ്ലസ് എത്ര? സൈൻ എ എത്ര? സൈൻ സി. കോസ് എ എന്ന് പറയുമ്പോൾ എയില് വരണം. എയുടെ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ കോസ് എന്ന് പറയുമ്പോൾ അഡ്ജസന്റ് സൈഡ്. അപ്പൊ എയുടെ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് പറയുമ്പോൾ √3/2 ഇൻറ്റു കോസ് സി എന്ന് പറയുമ്പോൾ ഇവിടെ വരണം. കോസ് സി എന്ന് പറയുമ്പോൾ ഇവിടെ വരണം. ഇവിടെ കോസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ അഡ്ജസന്റ് സൈഡ് 1 ബൈ ഹൈപ്പോട്ടനസ് എന്തുവാ? 1/2. അപ്പൊ ഞാൻ ആ ഫോമിൽ വെച്ചാൽ എഴുതുന്ന. ഫോമിൽ അറിഞ്ഞുണ്ടെങ്കിൽ പോയി. ഇനി സൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ വരണം. എയുടെ സൈൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ എത്ര? ഹൈപ്പോട്ടനസ് 1/2 ഇൻറ്റു സൈൻ സി എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പൊ √3/2. അപ്പൊ അതിന്റെ ഫോർമുല ഇവിടെ √3/4 പ്ലസ് √3/4 എന്ന് വരും. അപ്പൊ 2√3/4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു √3/2 വരും. അതിന്റെ ആൻസർ ഒരു ഡൗട്ട് ഉണ്ടെന്ന് നോക്കട്ടെ, അത് തന്നെയാണോ എന്ന്. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയതിനകത്ത് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതിന് മുന്നിൽ തിരുത്താൻ പോകുന്നില്ല. വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യുന്നില്ല. മൈനസ് ആയിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇവിടെ എന്തായിരുന്നു? മൈനസ്. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, ഇത് എഴുതി കാണത്തില്ലല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതി കാണത്തില്ല. അപ്പൊ അവിടെ മൈനസ് ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? മൈനസ് വരും. ഇവിടെ എന്ത് വരും? മൈനസ് വരും. ഇവിടെ എന്ത് വരും? മൈനസ് വരും. സോ ഇത് ഫുള്ളും ക്യാൻസൽ ആയി പോകും. √3/4 മൈനസ് √3/4 = എന്ത് വരും? 0 വരും. സോ അപ്പം ഈ ക്വസ്റ്റ്യൻ വീഡിയോ പോസ്റ്റിന് ശേഷം എഴുതിയെടുക്കുക. ശ്രദ്ധിക്കുക, ചെയ്യുമ്പോൾ ടെക്സ്റ്റ് നോക്കുക. ഇവിടെ മൈനസ് ആണ്, ഞാനത് ശ്രദ്ധിക്കാഞ്ഞുകൊണ്ടാണ് അങ്ങനെ വന്നത്. സോ അപ്പൊ അതിന്റെ ആൻസർ എന്താ? 0 വരും. ഓക്കെ, അപ്പൊ ഇതും വീഡിയോ പോസ്റ്റിന് ശേഷം എഴുതിയെടുക്കുക. സോ നമ്മൾ ഈ ഒരു സെക്ഷനിൽ അടുത്ത ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൂടെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഈ കാറ്റഗറി തീർന്നു പറയാം. പക്ഷെ ഒരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. 10th ക്വസ്റ്റ്യൻ ആണ്. 10th ക്വസ്റ്റ്യൻ പറയുന്ന ഇതാണ്. ഇൻ ട്രയാങ്കിൾ PQR, ട്രയാങ്കിൾ എന്താണ്? PQR, റൈറ്റ് ആംഗിൾ അറ്റ് Q. സോ അപ്പൊ അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ പക്ഷെ ടെക്സ്റ്റ് നോക്കി തന്നെ നോട്ട്ബുക്കിലേക്ക് ക്വസ്റ്റ്യൻ എഴുതണം. അതുപോലെ തന്നെ ഒരു കേസ് പ്രത്യേകം പറയാനുള്ളത്, ഈ ക്ലാസ് മേ ബി ഒരു 30 മിനിറ്റ്സോ 45 മിനിറ്റ്സോ ഉണ്ടെങ്കിൽ തീരും.
പക്ഷെ നിങ്ങൾ ഇത് എഴുതാൻ ഇരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതിൽ കൂടുതൽ സമയം എടുക്കും. അതുകൊണ്ട് 30 മിനിറ്റ്സിന്റെ വീഡിയോ ക്ലാസ്സിന് ചെറുതായിട്ട് കാണരുത്. ഒരു 1.5 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും ഇരുന്ന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സെക്ഷൻ ഇതിനകത്തുണ്ട്. അത് പ്രത്യേകം ഓർത്തു വെക്കുക. കാര്യം ഓക്കെ, അങ്ങനെ ഒരു കേസ് ഉണ്ട്, ശ്രദ്ധിക്കുക. അപ്പൊ നോക്കിക്കേ, കാര്യം നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെക്കാൻ പറയുന്ന ടൈം ശരിക്കും പറഞ്ഞാൽ നോർമൽ ക്ലാസ്സിലാണെങ്കിൽ അത്രയും ടൈം തന്നെ തരേണ്ടി വരും. പക്ഷെ ഇതിപ്പോ നമുക്ക് അത്രയും ടൈം വരുന്നില്ല. ഓക്കെ, എനിവേ ട്രയാങ്കിൾ പി ക്യൂ റൈറ്റ് ആംഗിൾഡ് അറ്റ് ക്യൂ. സോ പി ഇവിടെ കൊടുക്കാം, ഇവിടെ ക്യൂ കൊടുക്കാം, ഇവിടെ എന്ത് കൊടുക്കാം, ആർ. റൈറ്റ് ആംഗിൾഡ് അറ്റ് ക്യൂ. പിന്നെ ഒരു ക്ലൂ ഉള്ളത് പി ആർ പ്ലസ് ക്യൂ ആർ ഇസ് ഈക്വൽ ടു 25 ആൻഡ് 25 സെന്റിമീറ്റർ ആൻഡ് പി ക്യൂ ഇസ് ഈക്വൽ ടു എത്ര, 5 സെന്റിമീറ്റർ. ഡിറ്റർമൈൻ ദ വാല്യൂസ് ഓഫ് ഫൈൻഡ് എന്തൊക്കെയാ, സൈൻ പി, പിന്നെന്താ ഉള്ളത്, കോസ് പി, എളുപ്പമാണ്, ടാൻ പി. ഇത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന നമുക്ക് വലിയ ടെൻഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ഇത് ഇതിനകത്ത് വരുന്നത്. ആലോചിക്കുക, ട്രയാങ്കിൾ പി ക്യൂ ആർ റൈറ്റ് ആംഗിൾഡ് അറ്റ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. സോ റൈറ്റ് ആംഗിൾഡ് അറ്റ് ക്യൂ ഒരു വാല്യൂ ഉണ്ട്, പി ക്യൂ സിക്കൽ 5. അത് ആദ്യം എഴുതാം, പി ക്യൂ 5. ഓക്കെ, ഇനി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചാല് പി ആർ പ്ലസ് ക്യൂ ആർ 25. എവിടെ പി ആർ, ഇതാണ് പി ആർ, ക്യൂ ആർ ഇതാണ്. ഇവർ രണ്ടുപേരും കൂടെ കൂട്ടുമ്പോൾ 25 ആവുന്നു. സോ അപ്പൊ ശ്രദ്ധിക്കുക, പി ആറിനെയും ക്യൂ ആറിനെയും കൂടെ കൂട്ടുമ്പോൾ എത്ര, 25. അപ്പൊ ഞാനൊരു കേസ് പറയാം. ഓക്കെ, പി ആർ പ്ലസ് ക്യൂ ആർ ഇസിക്കൽ ടു 25 ആണെങ്കിൽ ക്യൂ ആറിനെ നമുക്ക് എക്സ് എന്നങ്ങ് എടുക്കാം, സപ്പോസ്. അപ്പം പി ആർ പ്ലസ് എക്സ് ഇസിക്കൽ ടു എത്ര, 25. therefore പി ആർ എന്ത് കിട്ടും, മേളിൽ എന്ത് കിട്ടും, പി ആർ ഇസിക്കൽ ടു 25 മൈനസ് 6. ഇതൊന്നും 10th പഠിക്കുന്ന കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. രണ്ട് സംഖ്യകളുടെ, രണ്ട് ടേംസിന്റെ തുക രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് 25 ആണെങ്കിൽ ഒരു നമ്പറിനെ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മറ്റേ നമ്പർ 25 മൈനസ് എക്സ് ആണെന്ന് 8th 9th ഒക്കെ പഠിക്കുന്നതാണ്. സോ ഈ രണ്ട് സൈഡ്സിന്റെ ലെങ്ത്തിന്റെ സം 25 ആണെങ്കിൽ ഒരെണ്ണം എക്സ് കൊടുത്താൽ മറ്റേ എന്ത് വരും, 25 മൈനസ് എക്സ് എന്നൊക്കെ വരും എന്നൊക്കെ ഉള്ള ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. സോ അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് പൈതഗോറസ് തിയറം തന്നെ വീണ്ടും ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാര്യം ഇത് ഹൈപ്പോട്ടനസ്, ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ്. അപ്പൊ എന്താണ് പൈതഗോറസ് തിയറം, ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് എത്ര, ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്നുള്ളതാണ്. സോ ഹൈപ്പോട്ടനസ് എന്താണ്, 25 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എന്താണ്, 5. ഓൾട്ടിറ്റ്യൂഡ് എന്താ, 5 സ്ക്വയർ. സോ ഇതിന് നമുക്ക് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാം. 25 എ സ്ക്വയർ, 25ന്റെ സ്ക്വയർ എത്ര, അല്ല എങ്ങനെ എഴുതാം, 25ന്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 25 ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ. അതായത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വഴി എക്സ്പാൻഡ് ചെയ്തു, സോറി പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എത്ര, 5 സ്ക്വയർ എന്ന് വരും, 25 വരും. ഓക്കെ, സോ എക്സ് സ്ക്വയറും എക്സ് സ്ക്വയറും എന്തായി പോകും, ക്യാൻസൽ ആയി പോകും. 25ന്റെ സ്ക്വയർ 625 മൈനസ് 50x ഇസ് ഈക്വൽ ടു എത്ര, 25. ഓക്കെ, അപ്പൊ നോക്കേ, ഈ 50x അപ്പുറത്ത് പോകുമ്പോൾ 625 മൈനസ് 25 ഇസ് ഈക്വൽ ടു എത്ര, 50x എന്ന് വരും, 50x എന്ന് വരും. ഓക്കെ, സോ 600 ഇസ് ഈക്വൽ ടു എത്ര, 50x. x ഇസ് ഈക്വൽ ടു 600 ഡിവൈഡ് ബൈ 50. x ഇസ് ഈക്വൽ ടു എത്ര വരുന്നത്, 12 എന്ന് വരും. x ഇസ് ഈക്വൽ ടു എത്ര വരും, 12 എന്ന് വരും. x 12 കിട്ടി കഴിഞ്ഞാൽ ഇനി വളരെ എളുപ്പമാണ്. കാര്യം എന്ന് വെച്ചാല് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എക്സിന് ഇവിടെ 12 കിട്ടിയാല് ഇവിടെ 25 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 25 മൈനസ് എന്ത് വരും, 12 എന്ന് വരും. 25 മൈനസ് 12 എത്ര, 13. ഓക്കെ, അപ്പൊ നേരത്തെ പോലെ തന്നെ കാര്യങ്ങൾ ഈസി ആയി. കാര്യം ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സും കണ്ടു. പക്ഷെ നേരത്തെ ചെയ്ത പോലെ ഒന്നും അല്ല ഇപ്പൊ നമ്മൾ ഈ സൈഡ്സിലേക്ക് എത്തിച്ചേർന്നത്. കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അത് ഈ തന്നിരിക്കുന്ന ആ ഒരു ക്ലൂവിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അത് നന്നായിട്ട് പഠിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കുറെ തവണ ചെയ്ത് പഠിച്ചില്ലെങ്കിൽ ഇത് മൈൻഡിൽ നിന്ന് പോകും. ഓക്കെ, ഈ വീഡിയോ കണ്ട് ഒരു പ്രാവശ്യം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാളും ഈ വീഡിയോ കണ്ടിട്ട് ഒരു 4-5 ദിവസങ്ങളിലായിട്ട് 4-5 തവണ എഴുതി പഠിച്ച് വെച്ചിരിക്കുന്ന ഒരാളുടെ മെമ്മറിയും രണ്ടും രണ്ട് തന്നെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് മനസ്സ് വെച്ചിട്ട് അങ്ങനെ ചെയ്ത് പഠിക്കുക. അല്ലാതെ വീഡിയോ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം നോട്ട്സ് എഴുതി വെക്കും, വൃത്തിയായിട്ട് എഴുതി വെക്കും, പിന്നെ അത് തുറന്നു നോക്കത്തില്ല. ഓക്കെ, സോ ഇനി നമുക്ക് എളുപ്പമാണ്. സൈൻ പി ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്, ഹൈപ്പോട്ടനസ് അല്ലെ. ഓപ്പോസിറ്റ് സ്പീഡ് ഓപ്പോസിറ്റ് സൈഡ് ഏതാ, 12 ബൈ ഹൈപ്പോട്ടനസ് എത്ര, 13. ഇനി അടുത്ത എന്തോ, കോസ് പി.
കോസ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് അഡ്ജസന്റ് സൈഡ് ബൈ എത്ര ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര 5/30 എന്നുള്ളതാണ്. പിന്നെ അടുത്ത എന്തുവാ? ടാൻ പി. ടാൻ പി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 12 ഡിവൈഡ് ബൈ അഡ്ജസന്റ് എത്ര വരുന്നത്? 5. അപ്പൊ ഇത് മൂന്നുമാണ് ഇതിന്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 10th ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം ഏതാണ്? 8.1ലെ 10th ക്വസ്റ്റ്യൻ. ഓക്കെ. സൈൻ ബി 12/13, കോസ് പി 5/13, ടാൻ പി 12/5. സൈൻ ബി 12/13, കോസ് പി 5/13, ടാൻ ബി 12/5. ഇത് മൂന്നുമാണ് ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ എക്സസൈസിൽ 8.1 എന്ന് പറഞ്ഞ എക്സസൈസിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് വൃത്തിയായിട്ട് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ആ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ഏകദേശം തീർന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ, അത് പിന്നീട് ചെയ്യാം. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഈ ക്വസ്റ്റ്യൻസിൽ തീർച്ചയായിട്ടും ഡൗട്ട്സ് വരും. എവിടെങ്കിലും ഒരു ഡൗട്ട് വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അത് ആർക്കെങ്കിലും എവിടെങ്കിലും ഒക്കെ വരും. അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്നവരായിരിക്കും. അപ്പൊ ആ ഡൗട്ട് എന്നെ ഇൻഫോം ചെയ്യുവാണെങ്കിൽ, ടെലിഗ്രാം നമ്പർ ഉണ്ട്, നിങ്ങൾ ഇൻഫോം ചെയ്യുവാണെങ്കിൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടേ അടുത്ത സെക്ഷൻ കാണാവൂ. അല്ലാതെ കണ്ടതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഓക്കെ. അപ്പൊ ഇത് ട്രിഗണോമെട്രിയുടെ എത്രാമത്തെ പാട്ടാന്നുള്ളത് ആലോചിച്ചുള്ള പാർട്ട് 2 ആയിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. മേ ബി വലിയ ലെങ്ത് വരുവാണെങ്കിൽ അത് പാർട്ട് 3യിലേക്ക് പോകും. ബട്ട് എനിവേ പാർട്ട് 2 ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.